എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കും? മുടിയായാലും നഖമായാലും വേർപ്പായാലും ഇതെല്ലാം ബോഡി വേസ്റ്റ് ആണല്ലോ. ഈ പാർട്ടിയോട് വേണ്ട. ഞാൻ പറഞ്ഞ എന്താ സംശയം? കുലംകുത്തിയപ്പവും കുലംകുത്തി തന്നെയല്ല. പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കുമെന്ന പ്രശ്നം വേറെ കിടക്കുക. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ എവിടെ തോൽക്കും? ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തോൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവി എന്ത്? മോഹൻലാലുമായി പിണറായി നടത്തിയ ഇരുവർ എന്ന അഭിമുഖം. പിണറായി വിജയന്റെ മലയാള അധ്യാപകൻ ഒരു ദിവസം പിണറായിയോട് ചോദിച്ചു, ഏതാണ് നക്ഷത്രം? പിണറായി നക്ഷത്രം പറഞ്ഞു. മുൻഷി അമ്മയെ വിളിച്ചു. പിണറായി വിജയനെ പ്രസവിച്ച സമയം ചോദിച്ചു. പ്രസവ സമയം കേട്ടതിന് ശേഷം മുൻഷി പറഞ്ഞു, നിങ്ങൾ പറയുന്നതല്ല നക്ഷത്രം, മറ്റൊന്നാണ്. എന്നിട്ട് മുൻഷി പിണറായി വിജയന്റെ ജാതകം എഴുതി അമ്മയെ ഏൽപ്പിച്ചു. അവൻ എവിടെയാണോ തോൽക്കുന്നത് അതുവരെ പിണറായിയെ പഠിപ്പിക്കണമെന്ന് അമ്മയോട് വാക്കുമേടിച്ചു മലയാള മുൻഷി. പിന്നീട് തോറ്റിട്ടില്ല എന്നാണ് പിണറായി പറയുന്നത്. എന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തോൽക്കുമെന്ന് പ്രതിപക്ഷവും കേരളത്തിലെ ജനങ്ങളും. ഇക്കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞു, ദുരന്തങ്ങളിൽ പതറാത്ത കേരളത്തെ കണ്ട് ലോകം ആശ്ചര്യപ്പെട്ടുവെന്ന്. അതുതന്നെയാണ് നമ്മൾ മലയാളികളും പറയുന്നത്. ഇത്ര വലിയ ദുരന്തം കണ്ടിട്ടും പതറാത്ത കേരളം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആ വോട്ടെടുപ്പിനായി പോകുന്നു. 1964 കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി തുടക്കം. 66 സംസ്ഥാന പ്രസിഡന്റ്. തുടർന്ന് KSYF സംസ്ഥാന പ്രസിഡന്റ്. 1967 പാർട്ടി തലശ്ശേരി മണ്ഡലം സെക്രട്ടറി. 68 ജില്ലാ കമ്മിറ്റി അംഗം. 78 സംസ്ഥാന കമ്മിറ്റി അംഗം. 86 കണ്ണൂർ ജില്ലാ സെക്രട്ടറി. പെട്ടെന്നായിരുന്നു പിണറായി വിജയന്റെ വളർച്ച. 89 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. 1998 ചടയം ഗോവിന്ദന്റെ മരണത്തോടെ പാർട്ടി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നു. അന്ന് പിണറായിയെ പാർട്ടി സെക്രട്ടറിയാക്കിയത് സാക്ഷാൽ VS അച്യുതാനന്ദൻ. എന്നാൽ 2 വർഷത്തിനുള്ളിൽ VSനെതിരെ തിരിയുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടു. പിണറായിക്കെതിരെ തിരിയുന്ന VSും. എന്നാൽ മലപ്പുറം, കണ്ണൂർ, കോട്ടയം സമ്മേളനങ്ങളിൽ വീണ്ടും പിണറായി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ പിണറായി വിജയന്റെ ശബ്ദത്തിന്റെ മൂർച്ച നമ്മൾ അറിഞ്ഞു. 1970 26-ാമത്തെ വയസ്സിൽ കൂത്തുപറമ്പിൽ നിന്ന് നിയമസഭാംഗമായി. 77 91 കൂത്തുപറമ്പിൽ നിന്ന്. 96 പയ്യന്നൂരിൽ നിന്ന് നിയമസഭയിലേക്ക്. തല്ലിയും കൊന്നുമൊന്നും തന്നെ തിരുത്താനാവില്ല എന്ന് പിണറായി വിജയൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽ മോചിതനായി തിരിച്ചെത്തിയതിനു ശേഷം നിയമസഭയിൽ വെച്ച് ആഭ്യന്തരമന്ത്രി K കരുണാകരനെ വെല്ലുവിളിച്ചു. പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാവിന്റെ ചൂട് പലപ്പോഴും കേരളം അറിഞ്ഞു. പിണറായിയുടെ പല പ്രയോഗങ്ങളും പിന്നീട് കേരളത്തിൽ ചർച്ചയായി. ആദ്യകാലം മുതലുള്ള ചില പ്രയോഗങ്ങൾ ഇങ്ങനെ. എന്നോട് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ എല്ലാ ശക്തി ഈ പ്രസ്ഥാനമാകുന്ന സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്നത് മനസ്സിലാക്കുക. ഒരു പൊതു പ്രചരണത്തിൽ മര്യാദയുണ്ട്. അത് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയാന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല. പക്ഷേ പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കുമെന്ന പ്രശ്നം വേറെ കിടക്കുക. അങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നു. ഏതായാലും ഞാനതിലേക്കൊന്നും കടക്കാൻ പോകുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ ഒരു പൊതുവായ അന്തരീക്ഷത്തിൽ മാറ്റം വന്നു. അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കാൻ പോകുന്നില്ല. നമ്മൾ കാണേണ്ടത്, സ്ഥാനാർത്ഥിയാണല്ലോ മത്സരിക്കുന്നത്. കോൺഗ്രസ് തൽക്കാലം വാടകക്കെടുത്തു, പിന്നെ സ്വന്തമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത്? ഒരു പൊതു പ്രചരണത്തിൽ പാലിക്കുന്ന ഒരു മര്യാദയുണ്ട്. അത് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയാന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല. പക്ഷേ പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കുമെന്ന് 2021 തെരഞ്ഞെടുപ്പിൽ KK ശൈലജ മുഖ്യമന്ത്രിയാകുമെന്നാണ് പൊതുവെ കേരളം കരുതിയത്. CPMലെ ഒരൊറ്റ നേതാവും ഇതിനെ തിരുത്തിയതുമില്ല. എന്നാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് താൻ തന്നെ എന്നുറപ്പിച്ച് KK ശൈലജയെ ചവിട്ടിയൊതുക്കുന്ന പിണറായി വിജയനെ പിന്നീട് കണ്ടു. മരുമകൻ PM മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കാനുള്ള ധൈര്യവും അന്ന് പിണറായി വിജയൻ കാട്ടി. 2021 തോമസ് ഐസക്കും G സുധാകരനുമൊന്നുമില്ലാത്ത ആ സ്ഥാനാർത്ഥി പട്ടിക
അതിനെതിരെ പ്രതികരിക്കാൻ അന്ന് പാർട്ടിക്ക് ആർജവമുണ്ടായിരുന്നില്ല. 2026 ചില മുതിർന്ന സഖാക്കൾ പിണറായി വിജയനെ വെല്ലുവിളിച്ച് പുറത്തിറങ്ങി. അവർക്ക് നേരെ പിണറായി വിജയൻ പ്രയോഗിച്ചത് വർഗവഞ്ചകരെന്ന പ്രയോഗം. ജി സുധാകരൻ കട്ടുന്നത് ചെറ്റത്തരമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഇതേ വാക്കുകൾ തന്നെയാണ് പിന്നീട് പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനെതിരെയും തളിപ്പറമ്പിലെ TK ഗോവിന്ദനെതിരെയും പിണറായി വിജയൻ പ്രയോഗിച്ചത്. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇത്തരം ആൾക്കാരുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്തില്ല. അവർ തീർത്തും അവസരവാദപരമായ നിലപാട് സ്വീകരിച്ചതാണ്, വർഗവഞ്ചന കാണിച്ചതാണ്. അവരെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന നിലയാണ് ആ മണ്ഡലം സ്വീകരിക്കുക, ഏത് മണ്ഡലമായാലും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുമ്പോഴും പിണറായി വിജയന് കുലുക്കമില്ല. കോന്നി നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിക്കൊപ്പം നിന്ന പിണറായി വിജയൻ ആ മണ്ഡലത്തിലെ ഒരു പാപം സഖാവ് ഒരു ചോദ്യവുമായി എഴുന്നേറ്റപ്പോൾ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന പ്രയോഗം നടത്തി. എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. മാധ്യമപ്രവർത്തകർ ഭയത്താണ് പലപ്പോഴും ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മുന്നിൽ നിന്നത്. പറയാൻ ഇഷ്ടമില്ലാത്തതൊന്നും പറയില്ല. ചോദ്യങ്ങൾ ഇഷ്ടമായില്ലെങ്കിൽ അനിഷ്ടം മുഖത്ത് പ്രകടിപ്പിക്കും. ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം, എന്നാൽ ന്യൂനപക്ഷം നടപ്പാക്കുന്നത് മറ്റൊന്ന്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായ അന്നു മുതൽ CPMൻ്റെ നയം അങ്ങനായിരുന്നു. പാർട്ടിയിലെ ഭൂരിപക്ഷം സഖാക്കളും പൊതുജന പിന്തുണയുമൊക്കെ അച്യുതാനന്ദനൊപ്പം. എന്നാൽ പിണറായി വിജയൻ എന്ന പാർട്ടി തീരുമാനിക്കും, അത് നടപ്പിലാക്കും. ഒടുവിൽ അച്യുതാനന്ദനെ വരെ മൂലക്കിരുത്തി. 92 കോഴിക്കോട് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ VS-ഉം EK നായനാരും സെക്രട്ടറി സ്ഥാനത്തിനായി പോരാടി. അന്ന് ഔദ്യോഗിക പക്ഷമായിരുന്ന VS പരാജയം ഏറ്റുവാങ്ങി. നായനാരെ പിന്തുണച്ചത് EMS. പരാജയപ്പെട്ട VS തന്റെ ശക്തി കൂട്ടാൻ പിണറായി വിജയനെ ഒപ്പം ചേർത്തു. 1998 ചടയൻ ഗോവിന്ദൻ മരിച്ചതിനെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ VS പ്രതിനിധിയായി പിണറായി വിജയൻ അങ്ങനെ പാർട്ടി സെക്രട്ടറിയാകുന്നു. 1998 പാലക്കാട് സമ്മേളനത്തിൽ VS-ഉം പിണറായിയും ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ വിജയമായിരുന്നു ആ പാർട്ടി സെക്രട്ടറി സ്ഥാനം. അന്ന് CITUവിലെ പ്രബലരെ അവർ തൂത്തെറിഞ്ഞു. അങ്ങനെ വെട്ടിനിരത്തലിൻ്റെ ഉപജ്ഞാതാവായ VS-ൽ നിന്ന് അടവ് നയം പഠിച്ച പിണറായി വിജയൻ പിന്നീട് VS-നെ ഒടിച്ചുകൂട്ടി മൂലക്കിടുന്ന കാഴ്ച. 2002 കണ്ണൂർ സമ്മേളനം ശാന്തം, എന്നാൽ വിഭാഗീയത കത്തിനിന്നു. പിന്നീട് VS SNC ലാവ്ലിനടക്കമുള്ള വിഷയങ്ങളുമായി കളം നിറയുന്ന കാഴ്ച. VS പിണറായിക്ക് നേരെ വാളെടുത്തതോടെ പാർട്ടി ഔദ്യോഗിക വിഭാഗം പൂർണ്ണമായി പിണറായിയുടെ കൈക്കുമ്പിളിൽ. പിന്നീട് അടുത്ത സമ്മേളനത്തിൽ VS ആഞ്ഞടിക്കുമെന്ന് പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സഖാക്കളെ ഒപ്പം നിർത്തി, പ്രത്യേകിച്ച് പാർട്ടി നേതാക്കളെ. 2002 ശേഷമുള്ള ഒരു കാലഘട്ടം, കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ആ കാലഘട്ടത്തിൽ പലതും നേടിയെടുക്കാൻ പിണറായി എന്ന പാർട്ടി സെക്രട്ടറിക്ക് കഴിഞ്ഞു. നായനാർ സർക്കാർ അന്ന് നടപ്പിലാക്കിയ ത്രിതല പഞ്ചായത്തുകളിലെ ജനകീയാസൂത്രണം അഴിമതിക്കുള്ള വാതായനമാക്കി മാറ്റി. പാർട്ടി പ്രവർത്തകർ തന്നെ ബിനാമി പേരുകളിൽ പദ്ധതികളും കരാറുകളുമൊക്കെ ഏറ്റെടുത്തു. പണത്തിനു മുകളിൽ സഖാക്കൾ മുട്ടുകുത്തി. അങ്ങനെ പിണറായി വിജയൻ്റെ നീരാളിക്കൈകൾ പാർട്ടിയെ മൊത്തം വരിഞ്ഞുകെട്ടി. ഒടുവിൽ ജില്ലാ കമ്മിറ്റികളിൽ വ്യക്തമായ മേൽക്കൈയുമായി VS പക്ഷം 2005 മലപ്പുറം സമ്മേളനത്തിലെത്തുന്നു. എന്നാൽ പ്രകാശ് കാരാട്ടിനെയും പോളിറ്റ് ബ്യൂറോയുമൊക്കെ പിണറായി വിജയൻ കുപ്പിയിലാക്കിയിരുന്നു. VS-ന്റെ നീക്കത്തിന് തടയിട്ടു. 20 അംഗങ്ങളുടെ ലിസ്റ്റുമായി എത്തിയ VS-നെ കൊണ്ട് അവൈലബിൾ PBയിൽ വെച്ച് ഔദ്യോഗിക പക്ഷത്തിന്റെ പാനൽ അംഗീകരിപ്പിക്കുന്നു. ഒപ്പം നിന്നവരെ പോലും സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താൻ അന്ന് VS-ന് സാധിക്കാതെ പോയി. ഇതോടെ VS പക്ഷത്തിൽ വിള്ളലുകൾ. VS പക്ഷത്ത് നിന്നാൽ സ്ഥാനമാനങ്ങൾ കിട്ടില്ല എന്ന് പാർട്ടി നേതാക്കൾക്ക് തോന്നി തുടങ്ങി. VS-നൊപ്പമുണ്ടായിരുന്നവർ കൊഴിഞ്ഞു. പലരും പിണറായി പക്ഷത്തേക്ക് ചേക്കേറി. എങ്കിലും കേരളത്തിൽ വിഭാഗീയത കത്തിയാളി. അതിൻ്റെ ഒരമരത്ത് VS അച്യുതാനന്ദൻ നിലകൊണ്ടു. പിന്നീട് VS അനുകൂലികൾക്കെതിരെ പ്രതികാര നടപടികൾ ചെയ്യുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് VS-ന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. ഒടുവിൽ ജനരോഷ ഭയന്ന് VS അച്യുതാനന്ദന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന പിണറായി വിജയൻ. സീറ്റ് നേടിയ VS മുഖ്യമന്ത്രിയായി പിണറായി വിജയന് തലയ്ക്ക് മുകളിൽ വളർന്നു. 2008 കോട്ടയം സമ്മേളനം. അവിടെ എത്തുമ്പോൾ പിണറായി വിജയന്റെ ഔദ്യോഗിക പക്ഷം ഏറെ മേൽക്കൈ നേടിയിരുന്നു. എന്നാൽ സമ്മേളന നഗരിയിലെത്തിയ VS-നെ ജനം ആർപ്പുവിളിയോടെ സ്വീകരിക്കുന്നത് പിണറായി വിജയന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇത് പിണറായി വിജയനെ ക്ഷുഭിതനാക്കി.
കോട്ടയം സമ്മേളനത്തിലെ കുപ്പിയേറും സംഘർഷവുമൊക്കെ പാർട്ടിയെ ഏറ്റവും വലിയ നാണക്കേടിന്റെ പടുകുഴിയിലാക്കി. ഒടുവിൽ 2009 പാർട്ടി സ്ഥാപക നേതാവായ VSനെ പരമോന്നത കമ്മിറ്റിയിൽ നിന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വലിച്ചെറിഞ്ഞു. ഇതോടെ ഇരുവിഭാഗവും കടുത്ത ശത്രുതയിലേക്ക്. 2011 തെരഞ്ഞെടുപ്പിലും VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചു. പ്രതിഷേധമുയർന്നെങ്കിലും 2006 സമാനമായിരുന്നില്ല അന്നത്തെ സാഹചര്യം. ഒടുവിൽ 2012 തിരുവനന്തപുരം സമ്മേളനത്തിൽ VS പക്ഷം നിലം പരിശായി. VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്നുവരെ അന്ന് പിണറായി ക്യാമ്പിനൊപ്പമുള്ള ഒരു നേതാവ് പ്രസംഗിച്ചു. 2015 ആലപ്പുഴ സംസ്ഥാന സമ്മേളനം. ജില്ലാ കമ്മിറ്റികൾ എല്ലാം തൂത്തുവാരിക്കൊണ്ടാണ് പിണറായി വിജയൻ ആലപ്പുഴ സമ്മേളനത്തിനെത്തുന്നത്. VS ഒറ്റയാൾ പോരാട്ടത്തിലേക്ക് ഒതുങ്ങുന്നു. ഒപ്പം നിന്നവരൊക്കെ VSന്റെ കാലുവാരി. സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ VSനെ പാർട്ടി വിരുദ്ധനെന്ന് മുദ്ര ചാർത്തി. ഒടുവിൽ VS അച്യുതാനന്ദനെ വേലിക്കകത്ത് തളച്ചിടുന്ന പിണറായി വിജയൻ. വിരട്ടലും വിലപേശലും ഈ പാർട്ടിയോട് വേണ്ട. വിരട്ടലിനും വിലപേശലിനുമൊന്നും വഴങ്ങിക്കൊടുക്കുന്നതല്ല ഈ പാർട്ടി. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതും നമ്മൾ ഓർക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഓർക്കേണ്ടവർ ഓർക്കേണ്ടതാണ്. അത്രയും ഓർത്താൽ നല്ലത്. എൻ്റെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ആരെയും പേടിയില്ലെങ്കിൽ പുരക്കെ തൂണിനെങ്കിലും പേടിക്കണം. നാം കീഴടങ്ങാതിരിക്കേണ്ടത് ശത്രുവിൻ്റെ മുന്നിലാണ്. ഈ പാർട്ടിയുടെ മുന്നിൽ നാം കീഴടങ്ങിയിരിക്കണം. പൂഞ്ഞാറിൽ വച്ച കാലിൽ പോലീസ് ബയണറ്റ് കുത്തിക്കേറ്റി VSനെ മൃതപ്രായനാക്കിയ ചരിത്രം പരോക്ഷമായി സൂചിപ്പിച്ച് അതിലും എത്രയോ വലുതാണ് രക്തസാക്ഷിത്വമെന്ന് പിണറായി പറഞ്ഞു. നമുക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ 2 തല്ലുകൊണ്ടു, അല്ലെ എവിടുന്നെങ്കിലും ഒരു കുത്ത്, ഏതിൻ്റെയെങ്കിലും ഒന്നിനെ കൊണ്ടൊരു കുത്തുകൊണ്ട്, അതൊക്കെ ആ ജീവൻ ത്യജിച്ചവരുടെ ത്യാഗത്തിന് മുന്നിൽ എത്രയോ നിസ്സാരമായിട്ടുള്ളതാണ്. തിരുത്താൻ തയ്യാറാകുന്നവരെ പഴയ തെറ്റിലേക്ക് തന്നെ ആവാഹിച്ചെടുക്കാനുള്ള വലിയ ശ്രമമായിരുന്നു. പിണറായി വിജയന്റെ അനുയായിയായി കോടിയേരി ബാലകൃഷ്ണൻ കളത്തിലിറങ്ങി. 2016 പിണറായിക്ക് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി വോട്ട് പിടിക്കാൻ VSന് സീറ്റ് നൽകി. പിന്നീട് അങ്ങോട്ട് VS പാർട്ടിയുടെ നിഴലിൽ ഒളിക്കുന്ന കാഴ്ച. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം കിട്ടിയതോടെ ആ സുഖലോലുപതയിൽ VS ഒതുങ്ങിക്കൂടി. VS അച്യുതാനന്ദൻ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പോലും പിണറായിക്ക് മുന്നിൽ എതിർ ശബ്ദമുയർത്തില്ല. ഒരു സ്വന്തം പക്ഷത്തിന് ശ്രമിച്ച തോമസ് ഐസക് പോലും 2016 മന്ത്രിസഭാ കാലഘട്ടത്തിൽ പരാജയപ്പെടുന്ന കാഴ്ച. കോടിയേരി ബാലകൃഷ്ണന്റെ കസേര പ്രതീക്ഷിച്ചിരുന്ന ഒരു കഥാപാത്രമുണ്ട് CPMൽ, സാക്ഷാൽ EP ജയരാജൻ. എന്നാൽ ജയരാജനെ പോലും പിണറായി തേച്ചൊട്ടിച്ചു. 2012 മെയ് 4 TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത്. അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്റെ അണികളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു, കുലംകുത്തികളെന്നും കുലംകുത്തികൾ തന്നെ. ഇവർ കുലംകുത്തികളാണ് എന്ന പ്രയോഗം. പിന്നെ എന്തെല്ലാം സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട്. കുലംകുത്തിയുടെ വ്യാഖ്യാനം, കുലംകുത്തി എന്താണ്, ഏതർത്ഥത്തിലാണ് കുലംകുത്തി എന്ന് പറയുന്നത്? വർഗവഞ്ചകൻ എന്ന അർത്ഥത്തിലാണ്. സാധാരണയുള്ള മാർക്സിസ്റ്റ് പദാവലി എടുത്താൽ വർഗവഞ്ചകനാണ്. നമ്മുടെ ഒരു നാടൻ പ്രയോഗത്തിൽ അത് കുലംകുത്തിയായി എന്ന് മാത്രമേ ഉള്ളൂ. ആ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യം, ഈ കുലംകുത്തികൾ എന്ന് വിളിച്ചത് തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ എന്താ സംശയം? കുലംകുത്തി എപ്പോഴും കുലംകുത്തി തന്നെയല്ലേ. 2017 ജൂലൈ 31 മാധ്യമങ്ങളോട് കടക്കുപുറത്ത് എന്ന് പിണറായി വിജയന്റെ വാക്കുകൾ. BJP RSS പ്രവർത്തകരുമായി സമാധാന ചർച്ചയ്ക്ക് എത്തിയപ്പോഴായിരുന്നു അത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരോട് പിണറായി കടക്കുപുറത്ത് എന്ന് ആക്രോശിച്ചത്. എന്ത് പറഞ്ഞതാണെന്ന് കടക്കുപുറത്ത്
LDF മുന്നണിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ MP NK പ്രേമചന്ദ്രനെ പിണറായി വിജയൻ ഒരിക്കൽ വിശേഷിപ്പിച്ചത് പരനാറി എന്ന് വിളിച്ചുകൊണ്ട്. കോൺഗ്രസ് തൽക്കാലം വാടകക്കെടുത്തു, പിന്നെ സ്വന്തമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത്. ഒരു പൊതു പ്രചരണത്തിൽ പാലിക്കുന്ന ഒരു മര്യാദയുണ്ട്. അത് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയാന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല. പക്ഷേ പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കുമെന്ന് 2007 തിരുവമ്പാടി MLA മത്തായി ചാക്കോയുടെ മരണവും അന്ത്യകൂദാശ വിവാദവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ നടത്തിയ ഒരു നികൃഷ്ടജീവി പ്രയോഗം ഒടുവിൽ 2013 ഡിസംബർ 7 താമരശ്ശേരി രൂപതയിൽ നേരിട്ടെത്തി പിതാവിന്റെ കൈമുത്തി പിണറായി വിജയൻ ആ തെറ്റ് തിരുത്തി. ഈ നാടിന്റെ മുന്നിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പച്ച കള്ളം പറയാൻ പാടില്ല എന്ന് നാമെല്ലാം കരുതുന്ന ഒരു മാന്യൻ വന്ന് UDFന് വേണ്ടി വിളിച്ചു പറയുന്നു എങ്കിൽ അദ്ദേഹത്തെ എത്രമാത്രം നികൃഷ്ട ജീവിയായി കണക്കാക്കണം എന്നാലോചിക്കണം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ബാധിച്ചാൽ എന്തുമാകാമെന്നാണോ? എന്തസംബന്ധവും എഴുന്നള്ളിക്കാമെന്നാണോ? എന്തടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വാചകം പറഞ്ഞു? നമ്മുടെ നാട്ടിൽ മത്തായി ചാക്കോവിന്റെ ജീവിതം അറിയാത്തവരായി ആരുമില്ലാലോ. ഒക്കച്ചങ്ങായി, പിപ്പിടി വിദ്യ തുടങ്ങി പിണറായി വിജയൻ്റെതായ ഒട്ടനവധി പ്രയോഗങ്ങൾ. എന്നാൽ അവയ്ക്കെല്ലാം അപ്പുറത്ത് പിണറായി വിജയൻ്റെ പല ഭാഷാ പ്രയോഗങ്ങളും തെറിയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ളത്. ഈ പ്രവാചകന്റെ പേര് പറഞ്ഞുകൊണ്ട് എതിർക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രവാചകന്റെ മുടിയായാലും നഖമായാലും വേർപ്പായാലും ഇതെല്ലാം ബോഡി വേസ്റ്റാണല്ലോ. അപ്പോൾ ആ ബോഡി വേസ്റ്റിനെ പറ്റി പിന്നെ ബോഡി വേസ്റ്റായിട്ടേ കാണാൻ പറ്റൂ. പ്രവാചകനെ പറ്റി പറയുമ്പോൾ ആ ബോഡി വേസ്റ്റ് എടുത്തിട്ടല്ല പറയേണ്ടത്. പ്രവാചകൻ്റെ വാക്കുകൾക്കാണ് പ്രാധാന്യം. പ്രവാചകൻ്റെ വാക്കുകൾ അനുസരിക്കാനും നടപ്പിലാക്കാനുമാണ് സാധാരണഗതികൾ ശ്രദ്ധിക്കേണ്ടത്. അത് തന്നെയാണോ നടക്കുന്നത് അല്ലേ എന്നുള്ളതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷെ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പിണറായി വിജയന്റെ പരുക്കൻ ശൈലി ധാർഷ്ട്യത്തിന്റെ അടയാളമായി. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങുനിന്ന് ഇങ്ങോളം നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും: എവിടെയും പിണറായി വിജയന്റെ മുഖം മാത്രം. എൻ്റെ മുഖം, എൻ്റെ ഫുൾ ഫിഗർ, അതാണ് പിണറായി വിജയന്റെ പരസ്യ ശൈലി. ആ ബ്രാൻഡിംഗ് ഇക്കുറി കേരളത്തിൽ തങ്ങൾക്കാണ് അനുകൂലമാകുന്നത് എന്ന് UDF പറയുന്നു. പരമാവധി ഫ്ലെക്സുകൾ അവർ വയ്ക്കട്ടെ. ഈ പിണറായി വിജയന്റെ മുഖം കാട്ടുന്ന ജനങ്ങളൊന്നും വോട്ട് ചെയ്യില്ല എന്ന ആത്മവിശ്വാസമാണ് UDF പുലർത്തുന്നത്. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.